ഇന്ത്യൻ ടെക് കമ്പനിയായ സാഹോ 2021 പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് അറട്ടെ. ഈ വേർഡ് കേൾക്കുമ്പോൾ പലർക്കും ഒരു ചിരി വരാം, പലർക്കും ഇതൊന്നൊരു പേരാണെന്നൊരു തോന്നൽ വരാം. പക്ഷേ ഈ വേർഡ് ഒരു തമിഴ് വേർഡാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് സംഭാഷണം അല്ലെങ്കിൽ കാഷ്വൽ ചാറ്റ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ 1-ാം സ്ഥാനവും ആപ്പ് സ്റ്റോറിൽ 7-ാം സ്ഥാനവും കൈയടക്കി കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര മന്ത്രിമാർ ഈ ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്ത് ട്വിറ്ററിൽ ട്വീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്, മാക്സിമം എല്ലാ ആളുകളും സെക്യൂറായി ഇരിക്കണം എന്ന കാര്യം കൊണ്ടാണ് അവർ ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തത്. ഇനി എന്താണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്ന സേവനം എന്ന് ചോദിച്ചാൽ, ബാക്കി മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം, ഫയൽസ് സെൻഡ് ചെയ്യാം, ഡോക്യുമെൻ്റ് അയക്കാം, വീഡിയോ കോൾ ചെയ്യാം, ഗ്രൂപ്പ് കോൾ ചെയ്യാം, നമുക്ക് പല മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാം, സ്റ്റാറ്റസ് ഇടാം, DP ഇടാം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലും ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പിൽ ഇല്ലാത്ത ഫ്യൂച്ചറായിട്ടുള്ള, അതായത് ടെലിഗ്രാമിലുള്ള ഫ്യൂച്ചറുമായിട്ടുള്ള, നമുക്ക് സാധാരണ ഒരാളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണം. പക്ഷേ ടെലിഗ്രാമിലാണെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് യുണീക്കായിട്ടൊരു ഐഡിയും ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഐഡി പോലെ. ആ ഒരു ഐഡിയും നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഈ ആപ്ലിക്കേഷൻ മറ്റ് മെസ്സഞ്ചേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാവുമെന്ന് ചോദിച്ചാൽ, ഈ ആപ്ലിക്കേഷൻ ഗവൺമെന്റിന് നൽകിയിട്ടുള്ള പല ഉറപ്പുകളുമാണ്. യൂസേഴ്സിന്റെ ഡാറ്റ മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കില്ലെന്നുള്ള ഉറപ്പും, പോരാത്തതിന് യൂസേഴ്സിന്റെ പ്രൈവസിയിൽ കടന്നു കയറില്ലെന്നുള്ള ഉറപ്പുമാണ് ഈ കമ്പനി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ആപ്ലിക്കേഷൻ ഒരു ആഡ് ഫ്രീ ആപ്ലിക്കേഷൻ ആയിരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പം നിലവിലെ ഈ ആപ്ലിക്കേഷനിൽ ചെറിയ ചെറിയ പോരായ്മകളും ബഗ്ഗുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം 1-2 ദിവസം കൊണ്ട് ഇത്രയും ഡൗൺലോഡ് വന്നതുകൊണ്ട് അവരുടെ സെർവർ ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. അവർ ആ കാര്യം ഒഫീഷ്യലി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും യൂസ് ചെയ്യാം, ചെറിയ ചെറിയ പോരായ്മകൾ മാത്രമേ ഉള്ളൂ. അത് അടുത്ത അപ്ഡേറ്റുകളിൽ അവർ ക്ലിയർ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള പ്രശ്നമാണ് ഇതിനുള്ള മെയിൻ റീസൺ. ഏത് നിമിഷവും ഇൻസ്റ്റഗ്രാമിനും വാട്സപ്പിനും ഒക്കെ ഒരു ചെറിയൊരു ലിമിറ്റ് കൊണ്ടുവരേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം ഇന്ത്യൻ ആപ്ലിക്കേഷനുകൾ നിങ്ങളും പ്രൊമോട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഓക്കെ.